നമുക്ക് പാട്ട് പഠിക്കാൻ പോയാലേ? കുഞ്ഞുനാളിലെ ഉള്ള എന്റെ ഒരു ആഗ്രഹമാണ് ഒരു കൊച്ചു യേശുദാസ് ആവണമെന്ന്. അത് കുറച്ച് കുറഞ്ഞു പോയി. പേര് മാറ്റി അയ്യപ്പദാസ് എന്നാക്കിയാലോ? അതെന്തിനാ? എന്നെയും പുള്ളിയും കൂടെ മാറിപ്പോയാലാ പാട്ട് കേട്ടിട്ട്. പുള്ളി യേശു, ഞാൻ അയ്യപ്പൻ, സെറ്റ് ദാസ് ബ്രദേഴ്സ്. അതിനിടയ്ക്ക് ട്രൂപ്പും തുടങ്ങി. രാമേന്ദ്ര മാഷിന്റെ അടുത്ത് പോവാം. ദക്ഷിണ വേണ്ടേ? വെറ്റിയ ഭാഗം കൊടുക്കാം. മുറുക്കാൻ കടയിലല്ല പോണത്. വെറ്റിയ ഭാഗം ദക്ഷിണ കൊടുക്കാന്ന്. മുറുക്കാൻ നിന്റെ അമ്മമ്മ ജാനകി തള്ള അല്ലത്, ചിക്കിളി വേണം. എന്റെ അച്ഛനെ പോലെ കാണുന്ന സൈക്കിളാണ്, തൽക്കാലം ഇത് ചോദിക്കാം. ഇനി അച്ഛനെ എന്നാണോ വിൽക്കണത്? നടക്ക് ചേട്ടാ, ഈ സൈക്കിളിന് എത്ര വരും? 3500. അത് പറ്റൂല, ഒരു 1000 രൂപയെങ്കിലും തികച്ചു തന്നേ പറ്റൂ. ആ പൈസ ഇഞ്ഞെടുത്തേ, വാ പോവാം. അത് നഷ്ടക്കച്ചവടം അല്ലേ, അതിന്റെ ബെല്ലും ബ്രക്കെങ്കിലും ഊരി എടുക്കായിരുന്നു. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് സാരി പിടിക്കാം. ആരാ സാരിയില്ല പിടിക്കേണ്ടത്? പാടാന്ന്. സാ സാ. രീ രീ ഗമ. എന്താ ഗമ കാണിക്കാൻ പറഞ്ഞു? അതല്ല പാടാൻ. ഗ ദാ. മാ പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാലേ. എന്നുവെച്ചാ പഞ്ചമി തിങ്കളാഴ്ച പുഞ്ചിരിക്കുന്നത് അഞ്ജന കണ്ടെന്ന്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരിപ്രാവ് കുഞ്ഞമ്മിണിപ്രാവ്. പാടിയേ. അമ്മ ചെറുപയറുള്ളി കഴുകണ് കുഞ്ഞരി പാറു കുഞ്ഞമ്മയുടെ പാറു. രവീന്ദ്ര മാസ്റ്ററിനെ അറിയത്തില്ലേ? ഏത് സ്കൂളിലാ? അവന് വിവരമില്ലാത്തോണ്ടാ, സ്റ്റണ്ട് മാസ്റ്റർ അല്ലേ. SP ബാലസുബ്രഹ്മണ്യത്തെ അറിയത്തില്ലേ? അതാരെ? SP ആണെന്ന് പറഞ്ഞ കേട്ടില്ലേ, പോലീസിലാ. വയലാർ രാമവർമ്മ. അത് മറ്റേ പടം വരയ്ക്കുന്ന ആളല്ലേ? അത് രാജാ രവിവർമ്മ. യൂസഫ് അലി കേച്ചേരിനെ അറിയാമോ? കച്ചേരിക്കൊക്കെ പാടുന്ന ആളല്ലേ? നിങ്ങൾ പാട്ട് പഠിക്കാൻ തന്നെയാണോ വന്നത്? പിന്നെ മേശിരി പണിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. തർക്കുത്തരമോ? അല്ല, ശരി ഉത്തരം. ഇവിടെ പാട്ടുമില്ല ഒന്നുമില്ല, ഇറങ്ങിപ്പോടോ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ പൂച്ചാണ്ടിയുടെ അടുത്ത് പാട്ട് പഠിക്കാൻ വരണ്ട. ഇവിടെ വരുന്നവരൊക്കെ സാരി ഉരാനും ഗമ കാണിക്കാനുള്ള നീ പഠിപ്പിക്കുന്നത്. നിനക്ക് അറിഞ്ഞൂടെ ഇത് ആരിതിന്റെ ഇടയിൽ?